നമസ്കാരം മലയാളി വാർത്താ പ്രേക്ഷകർക്ക് പൊന്നോണ ആശംസകൾ. നമുക്ക് ഇന്റർനാഷണൽ വാർത്തകൾ ഒന്ന് പരിശോധിക്കാം. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏറെ സംഘർഷഭരിതമായി തുടരുന്നതിനിടയിൽ US സൈനിക വിമാനം റഷ്യയിലെ മോസ്കോയിലെ വിൻകോവ്കോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് വലിയ ദുരൂഹത നിറയ്ക്കുകയാണ്. അത് ചെറിയ വിമാനമല്ല, ഭീമൻ വിമാനം തന്നെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ മന്ദഗതിയിലായിരിക്കെയാണ് US വ്യോമസേനയുടെ ഈ വിമാനം അപ്രതീക്ഷിതമായി മോസ്കോയിൽ എത്തുന്നത്. വിമാനത്തിൽ ആരാണ് ഉണ്ടായിരുന്നത് എന്നതാണ് വിമാനം റഷ്യയിലെത്തി തുടങ്ങിയ കാര്യങ്ങളിൽ ഇതുവരെ ഔദ്യോഗിക വിശദീകരണം. വിമാനത്തിൽ ആരാണ് ഉണ്ടായിരുന്നത് എന്നോ എന്തിനാണ് വിമാനം റഷ്യയിലെത്തിയത് എന്നോ ഇതിനെക്കുറിച്ച് യാതൊരുവിധ കാര്യങ്ങളും ആർക്കും ഇതുവരെയും ഔദ്യോഗികമായോ അല്ലാതെയോ വിശദീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. വിമാനത്തിന്റെ വരവ് സംബന്ധിച്ച പലവിധ അഭ്യൂഹങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിന്റെ ഭാഗമാണോ ഈ യാത്ര എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഏത് വിമാനമാണ് മോസ്കോയിൽ എത്തിയത് എന്നറിയണ്ടേ? വിവിധ റിപ്പോർട്ടുകളും വിമാനങ്ങളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്ന ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനമായ ഫ്ലൈറ്റ് റഡാറിന്റെ വിവരങ്ങളും അനുസരിച്ച് മോസ്കോയിലെത്തിയത് US വ്യോമസേനയുടെ ബോയിങ് C-17 ഗ്ലോബ്മാസ്റ്റർ 3 ആയിരിക്കാമെന്നാണ് സൂചന. വലിയ തോതിലുള്ള സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും മറ്റ് ചരക്കുകളും ദീർഘദൂരത്തേക്ക് എത്തിക്കുന്നതിനാണ് പ്രധാനമായും C-17 പോലെയുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും കൊണ്ടുപോകാനും ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. RCH-4555 എന്ന വിളിപ്പേരും 077181 എന്ന രജിസ്ട്രേഷൻ നമ്പറുമുള്ള വിമാനമാണ് മോസ്കോയിൽ എത്തിയതെന്നാണ് ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. റിഗയിൽ നിന്ന് മോസ്കോയിലേക്ക് വിമാനം ചൊവ്വാഴ്ച രാവിലെ ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഏകദേശം രാവിലെ 8:50 റിഗയിൽ നിന്ന് പറന്നുയർന്ന വിമാനം രാവിലെ 10 മണിക്ക് ശേഷമാണ് മോസ്കോയിലെ വിനുകോവോ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വിമാനത്തിന്റെ മുൻ യാത്രാ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് 23 റിഗയിൽ എത്തിയതായി കാണാം. അതിനു മുൻപ് അമേരിക്കയിലെ ക്യാമ്പ് സ്പ്രിങ്സിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത്. ക്യാമ്പ് സ്പ്രിങ്സിലുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ് അമേരിക്കയിലെ പ്രധാന സൈനിക വ്യോമ താവളങ്ങളിലൊന്നാണ്. US പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 ഉൾപ്പെടെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ യാത്രകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഈ വ്യോമതാവളം പ്രധാനമാണ്. എന്നാൽ ആൻഡ്രൂസ് ബേസിൽ നിന്നാണ് വിമാനം എത്തിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ US ഉദ്യോഗസ്ഥർ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. വിമാനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്നോ എന്താണ് കൊണ്ടുവന്നതെന്നോ സംബന്ധിച്ച് US സർക്കാർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. റഷ്യൻ ഭാഗത്തു നിന്നും വ്യക്തമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. വിമാനത്തെക്കുറിച്ച് തങ്ങൾക്ക് വിവരമൊന്നുമില്ലെന്നാണ് ക്രെംലിൻ റോയിറ്റേഴ്സിനോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ വിമാനം മോസ്കോയിലെത്തിയത് ഒരു സാധാരണ സൈനിക ലോജിസ്റ്റിക് ആവശ്യത്തിനായിരുന്നോ, നയതന്ത്ര ദൗത്യത്തിന്റെ ഭാഗമായിരുന്നോ, ഉന്നത ഉദ്യോഗസ്ഥരുടെ സന്ദർശനത്തിന് മുന്നോടിയായിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അമേരിക്കൻ സൈനിക ചരക്ക് വിമാനങ്ങൾ പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ വിദേശ സന്ദർശനങ്ങൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നതിനായി ഉപയോഗിക്കാറുണ്ട്. ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് വാഹനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ, മറ്റാവശ്യമായ സാധനങ്ങൾ എന്നിവ എത്തിക്കാൻ ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ വിമാനത്തിന്റെ മോസ്കോ യാത്രയ്ക്ക് പിന്നിൽ ഒരു ഉന്നതതല സന്ദർശകനും ഉണ്ടാകുമെന്ന സംശയവും ഉയരുന്നുണ്ട്. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെയില്ല. പീറ്റ് ഹെഗ്സെത്തിന്റെ മോസ്കോ സന്ദർശന അഭ്യൂഹം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് മോസ്കോ സന്ദർശിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്ക റഷ്യ ചർച്ചകൾ കാര്യമായ പുരോഗതി ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്ര ശ്രമങ്ങൾക്ക് വീണ്ടും വേഗം കുറയുന്നതിനായി ഹെഗ്സെത്ത് റഷ്യയിലെത്തിയേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരമൊരു സന്ദർശനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. അതുപോലെ തന്നെ കുഷ്നറും വിറ്റ്കോഫും വീണ്ടും റഷ്യയിൽ എത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മറ്റൊരു സാധ്യതയായി ചർച്ച ചെയ്യപ്പെടുന്നത് US പ്രത്യേക പ്രതിനിധികളായ ജാരഡ് കുഷ്നറുടെയും സ്റ്റീവ് വിറ്റ്കോഫിന്റെയും റഷ്യൻ സന്ദർശനമാണ്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചകളിൽ ഇവർ നേരത്തെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഇരുവരും വീണ്ടും മോസ്കോയിലെത്തി റഷ്യൻ നേതൃത്വവുമായി ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മോസ്കോയിലെത്തിയ C-17 വിമാനം ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണോ എന്നതിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല.
ജനുവരിയിലും US വിമാനം റഷ്യയിലെത്തിയിരുന്നു. റഷ്യയിലേക്ക് നേരിട്ടെത്തിയ അവസാന US വിമാനം ഈ വർഷം ജനുവരിയിലായിരുന്നു. അന്ന് സ്റ്റീവ് വിറ്റ്കോഫും ഈ ട്രംപിന്റെ മരുമകനായ ജാരഡ് കുഷ്നറും മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാന ചർച്ചകളായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന വിഷയം. എന്നാൽ ആ ചർച്ചയിൽ യുക്രൈന്റെ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന റഷ്യയുടെ ആവശ്യത്തിൽ പുടിൻ വീണ്ടും വീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന തർക്ക വിഷയങ്ങളിലൊന്നായി ഈ ആവശ്യം ഇപ്പോഴും തുടരുകയാണ്. US റഷ്യ ചർച്ചകൾ വീണ്ടും സജീവമാകുമോ? യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ USഉം റഷ്യയും തമ്മിൽ നടന്നുവരുന്ന നയതന്ത്ര ശ്രമങ്ങൾ അടുത്തിടെ വലിയ പുരോഗതി ഇല്ലാത്ത അവസ്ഥയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാൻ യുദ്ധത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടി യുക്രൈൻ വിഷയത്തിലെ ചർച്ചകൾ പിന്നാലെ എന്ന വിലയിരുത്തലുകളും ഉണ്ടായി. അതേസമയം റഷ്യയ്ക്ക് മുന്നിൽ പുതിയൊരു നിർദ്ദേശം അവതരിപ്പിക്കുന്നതിനായി USലെയും യൂറോപ്പിലെയും ഉദ്യോഗസ്ഥർ ചേർന്ന് പുതിയൊരു പദ്ധതി തയ്യാറാക്കിയതായി കഴിഞ്ഞയാഴ്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് US സൈനിക വിമാനം മോസ്കോയിൽ എത്തിയത് എന്നും ശ്രദ്ധേയമാണ്. പല അഭ്യൂഹങ്ങൾ, പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന സമയത്ത് ഒരു US സൈനിക വിമാനം നേരിട്ട് മോസ്കോയിൽ എത്തിയത് തന്നെയാണ് സംഭവത്തെ ശ്രദ്ധേയമാക്കുന്നത്. US സൈനിക വിമാനങ്ങൾ റഷ്യയിലേക്ക് സാധാരണയായി എത്തുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ യാത്രയ്ക്ക് പിന്നാലെ കാരണം സംബന്ധിച്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആകാംക്ഷയാണ് ഉയർത്തുന്നത്. വിമാനത്തിൽ ആരായിരുന്നു, എന്താണ് കൊണ്ടുവന്നത്, ആരുമായാണ് കൂടിക്കാഴ്ച, യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പുതിയ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമാണോ ഈ യാത്ര? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ USओ റഷ്യയോ വിമാനത്തിന്റെ മോസ്കോ യാത്രയുടെ ഉദ്ദേശം വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഔദ്യോഗിക വിശദീകരണം വരുന്നതുമായി വിമാനത്തിന്റെ യാത്രയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം സാധ്യതകളും അഭ്യൂഹങ്ങളും മാത്രമായി കാണേണ്ടി വരും.